ഹലോ ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ഫ്രോക്സ്. അപ്പം ഇതുപോലെയുള്ള ഷർട്ട് നിങ്ങളുടെ കയ്യിലൊക്കെ ഉണ്ടാവും, ഉപയോഗിക്കാത്തതും അല്പം പഴയതായതുമൊക്കെ. ഇതെങ്ങനെ നമുക്ക് വളരെ ഉപയോഗപ്രദമായിട്ട് റീയൂസ് ചെയ്യാം എന്നുള്ളൊരു വീഡിയോ ആണ് കാണിക്കുന്നത്. അപ്പോൾ ഇതിന് അധികം തയ്യലൊന്നും അറിയണം എന്നില്ല, അതുപോലെ 5 മിനിറ്റ് കൊണ്ട് നമുക്കിത് ചെയ്തെടുക്കാനും പറ്റും. വീഡിയോ അവസാനം വരെയും കാണുക. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഷർട്ടിനെ ഇത് വിടർത്തിയിട്ടിട്ടുണ്ട്. ഇനി നമുക്കിത് ഇവിടെ ഈ ഇത്രയും സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാൻ വരച്ച് കാണിക്കാം. നമ്മളിത് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതങ്ങ് മാറ്റി വെക്കാം. ഇനി നമുക്കിത് പോക്കറ്റിൻ്റെ കുറച്ച് പോർഷൻ ഇവിടെ ഇരിപ്പുണ്ട്. അത് കട്ട് ചെയ്ത് കളയണമെങ്കിൽ കളയാം, ഇല്ലെങ്കിൽ കളഞ്ഞില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ ബട്ടണില്ലേ, ബട്ടൺ കളയൊന്നും വേണ്ട. ബട്ടണിൻ്റെ ഈ പോർഷൻ തന്നെ ഇതുവഴി ഒന്ന് സ്റ്റിച്ച് ചെയ്യുക, കൂട്ടി യോജിപ്പിക്കുക. ഇങ്ങനെ ഇത്, അതായത് ഫുള്ളായിട്ടല്ല, ഇത് മാത്രം എടുത്ത്, ഈ പീസ് മാത്രം എടുത്തിട്ട് സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കുക. ഇവിടെ ഞാനിങ്ങനെ സ്ക്വയറായിട്ട് രണ്ട് ഫ്ലാപ്പ് വരത്തില്ലേ നമ്മളിങ്ങനെ മടക്കുമ്പോൾ, അതുകൊണ്ട് ഇതേ ഉണ്ടോ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ, ഇങ്ങനെ തയ്ച്ചിട്ടുണ്ട്. 2 സൈഡിൽ കൂടിയും സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഫുള്ളായിട്ട് തയ്ച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഈ കൃത്യം സെൻറ്ററിൽ നിന്നും, സെൻറ്റർ എന്ന് പറയുമ്പോൾ നമ്മളിത് ഈ ബട്ടൺ വരുന്ന സ്ഥലം കൃത്യം സെൻറ്റർ ആയിരിക്കും ഇതിൻ്റെ. അപ്പോൾ ഈ സെൻറ്ററിൽ നിന്നും ഇങ്ങോട്ടേക്ക് ഒരു 1.5 ഇഞ്ച്, 2 സൈഡിലേക്കും ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും ഒരു 1.5 ഇഞ്ച് വീതം മാർക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഈ സെൻറ്റർ പോർഷനിൽ നിന്നും മുകളിലേക്ക് 4 ഇഞ്ച് മാർക്ക് ചെയ്യുക. എന്നിട്ട് അവിടെ നമുക്കിങ്ങനെ ഒരു വി പോലെ ഇങ്ങനെയും കട്ട് ചെയ്തെടുക്കുക. ഇവിടെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് ഈ ടോപ്പ് ഭാഗം ഉണ്ടല്ലോ, ഈ ടോപ്പ് പോർഷൻ ആദ്യം ഒരു 1/2 ഇഞ്ച് മടക്കുക, പിന്നീട് ഒരു 1.5 ഇഞ്ചോളം ഒരു ഇലാസ്റ്റിക് കടക്കാൻ പാകത്തിന് മടക്കുക. അപ്പോൾ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഇലാസ്റ്റിക് എത്രയുടെ ആണോ, 1 ഇഞ്ചിൻ്റെ ആണെങ്കിൽ 1 ഇഞ്ച് മടക്കുക, 1.5 ഇഞ്ചിൻ്റെ ആണെങ്കിൽ 1.5 ഇഞ്ച് മടക്കുക. അതനുസരിച്ച് നിങ്ങളിത് ഫോൾഡ് ചെയ്യുക. ആദ്യം ഒരു ചെറിയ ഫോൾഡിങ് കൊടുക്കുക, അതിനുശേഷം ഇങ്ങനെ വലിയൊരു ഫോൾഡിങ് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെയൊക്കെ തയ്ക്കാൻ ഡിസ്റ്റർബൻസ് ആയിട്ട് ഈ ബട്ടൺ വരുന്നുണ്ടെങ്കിൽ ഇതെടുത്ത് മാറ്റി, ഇത് കളയാം, റിമൂവ് ചെയ്ത് കളയാം. ഇതിങ്ങനെ ഫുള്ളായിട്ട് വട്ടത്തിൽ തയ്ച്ചെടുക്കുക. തയ്ക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഇത് നമ്മൾ തുടക്കം ഉണ്ടല്ലോ, ഈ 2 കട്ടിയുള്ള ഈ പോർഷൻ ഇവിടെ ഇങ്ങനെ നമ്മൾ തയ്ക്കേണ്ട. ആദ്യം കുറച്ചൊരു ഓപ്പണിങ് കൊടുക്കുക, ഇലാസ്റ്റിക് കടത്താൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ നിന്ന് സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂ. സ്റ്റിച്ചിങ് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക, ഇവിടെ എൻഡ് ചെയ്യുക. ഇവിടെ ഒരു ഗ്യാപ്പ് കൊടുത്തേക്കുക, ഒരു 2 ഇഞ്ച് നീളത്തിലൊരു ഗ്യാപ്പ് ഇവിടെ കൊടുത്തേക്കുക. ഇലാസ്റ്റിക് കടത്തിയതിന് ശേഷം മാത്രം നമുക്ക് ഇവിടെ ഫോൾഡ് ചെയ്ത് തയ്ച്ചാൽ മതി. ഇവിടെ മടക്കി തയ്ച്ചിട്ടുണ്ട് കണ്ടോ. ഇവിടെ ഇത്രയും ഭാഗത്ത് ഗ്യാപ്പ് ഇട്ടിട്ടാണ്, ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന സ്റ്റിച്ചിങ്. ഇവിടെ വന്നിട്ട് എൻഡ് ചെയ്തിട്ടുണ്ട്. 2ഇടത്തും ഡബിൾ സ്റ്റിച്ച് കൊടുക്കണം. ഇനി നമുക്ക് ചെയ്യേണ്ടത് ക്ലോത്ത് തിരിച്ചിടുക, ഉള്ളിലെ സൈഡാക്കി ഇടുക. ഇനി നമുക്ക് ഇത് ഇങ്ങനെ ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പിൽ ഇങ്ങനെ വി പോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് പോവുക. ഇവിടെ നിന്ന് ഇങ്ങനെ ഇവിടെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒരു 2-3 സ്റ്റിച്ച് കൊടുക്കണം കേട്ടോ, കാരണം ഇവിടെ എപ്പോഴും തുന്നൽ പോകാൻ സാധ്യതയുള്ള സ്ഥലമാണ്. അതുകൊണ്ട് ഒരു 2-3 സ്റ്റിച്ച് കൊടുക്കുക. ഇനി നമുക്കിതിൽ ഇലാസ്റ്റിക് കടത്തുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് വേണ്ട ഈ അരവണ്ണത്തിനേക്കാൾ ഒരു 4 ഇഞ്ച് കുറച്ച് വേണം ഇലാസ്റ്റിക് എടുക്കാൻ. അല്ലാതെ ഈ ക്ലോത്തിൻ്റെ വണ്ണം അല്ല എടുക്കേണ്ടത്. ഞാൻ ഇലാസ്റ്റിക് ഇടുന്ന വീഡിയോ, ഇതിന് മുമ്പ് ഇലാസ്റ്റിക് എങ്ങനെയാണ് ഇടേണ്ടതെന്നുള്ള വീഡിയോ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സംശയമുള്ളവർ അതുകൂടി ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന കുട്ടിക്ക് ഇടേണ്ട ആളിൻ്റെ അരയുടെ വണ്ണത്തിനേക്കാൾ ഒരു 4 ഇഞ്ച് കുറച്ച് ഇലാസ്റ്റിക് എടുക്കുക. അപ്പോൾ ഞാനിവിടെ ഇലാസ്റ്റിക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇലാസ്റ്റിക് ഇടണ്ട എന്നുള്ളവർക്കാണെങ്കിൽ നമുക്ക് സ്ട്രിങ് ഇട്ടിട്ട് ഇതങ്ങ് കൂട്ടി തയ്ക്കുക. നമുക്കിത് ഈ ബട്ടൻ്റെ ഹോള് കണ്ടോ, ഈ ബട്ടൻ്റെ ഹോള് വഴി സ്ട്രിങ് ഇങ്ങനെ പുറത്തേക്ക് കടത്തി എടുത്തിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം. ചെറിയ കുട്ടികൾക്കൊക്കെ ആകുമ്പോൾ ഇലാസ്റ്റിക് ആയിരിക്കും ഒന്നുകൂടി നല്ലത്. അപ്പോൾ ഞാനിവിടെ ഇലാസ്റ്റിക് എടുത്തിട്ടുണ്ട്. ഇലാസ്റ്റിക് ഇനി ഒരു സേഫ്റ്റി പെന്നോ എന്തെങ്കിലും ഉപയോഗിച്ച് ഇതിനുള്ളിലൂടെ കടത്തി നമുക്ക് ഫുള്ളായിട്ട് എടുക്കാം. ഇലാസ്റ്റിക് ഇതുപോലെ എടുത്ത് പുറത്ത് വന്നിട്ടുണ്ട്. നമ്മൾ പിന്നെ ഉപയോഗിച്ച് സാധാരണ സ്ട്രിങ് ഒക്കെ ഇടുന്നത് പോലെ തന്നെയാണ് ഇലാസ്റ്റിക് ഇതിനുള്ളിലൂടെ കടത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഇലാസ്റ്റിക് എടുക്കുമ്പോൾ ഒത്തിരി ടൈറ്റ് വേണ്ട എന്നുള്ളവരാണെങ്കിൽ ഒരു 3 ഇഞ്ച്, വേസ്റ്റ് അരയുടെ വണ്ണത്തിനേക്കാൾ 3 ഇഞ്ച് കുറച്ചെടുത്താൽ മതി കേട്ടോ. 3-4 ഇഞ്ച് കുറച്ചെടുക്കുക. എന്നിട്ട് ഇനി നമുക്ക് ഈ ഇലാസ്റ്റിക് തമ്മിൽ ആദ്യം കൂട്ടി തയ്ക്കുക. നല്ലതുപോലെ ഒരു 4-5 സ്റ്റിച്ച് ഇവിടെ കൊടുക്കുക. കൂട്ടി തയ്ച്ചതിന് ശേഷം ഇതിങ്ങനെ ഉള്ളിലേക്ക് നമുക്കിങ്ങനെ കടത്തി വെക്കാം കണ്ടോ. ഇങ്ങനെ കടത്തി വെച്ചിട്ട് നമ്മൾ ഇവിടെ ഗ്യാപ്പ് ഇട്ടിട്ടില്ലേ, ഈ ഗ്യാപ്പും ഇതേപോലെ തന്നെ മടക്കി ഇതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് തയ്ച്ചു പോവുക. ഇലാസ്റ്റിക് ഉള്ളിൽ കടത്തിയിട്ട് കണ്ടോ, ഈ ഭാഗവും നമ്മൾ തയ്ച്ചു കഴിഞ്ഞു. ഇതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് ഇങ്ങനെ തയ്ച്ചു കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ നമ്മുടെ അടിപൊളി ഒരു ഷോർട്ട്സ് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ കുട്ടികൾക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്ച്ചു കൊടുക്കാം. അതുപോലെ തന്നെ സെപ്പറേറ്റ് തുണിയൊന്നും വാങ്ങിക്കുകയും വേണ്ട.
അപ്പോൾ ഈ വെക്കേഷൻ കാലത്ത് കുട്ടികൾക്ക് നിങ്ങൾ തീർച്ചയായിട്ടും ഇത് തയ്ച്ചു കൊടുക്കുക. അതുപോലെ തന്നെ വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഒരു 5 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. വലിയ കട്ടിംഗ് ഒന്നുമില്ല, ഇലാസ്റ്റിക് ഇല്ല, ഇവിടെ സ്ട്രിങ്ങാണ് ഇടുന്നതെന്നുണ്ടെങ്കിൽ വളരെ ഈസിയാണ്. വളരെ ഈസി ആയിട്ട് നിങ്ങൾക്കിത് തയ്ച്ചെടുക്കാം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവരും ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.